ഷിപ്പില് ക്യാപ്റ്റൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? മെറൈൻ എഞ്ചിനീയേഴ്സും ഉണ്ടെന്ന് അറിയാം. പക്ഷേ ഷിപ്പിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ സിസ്റ്റംസും കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ? അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഓഫീസേഴ്സിനെ എന്താണ് പറയാന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷിപ്പിലെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ETO ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സോ ഷിപ്പിലെ ETO ആയിട്ട് ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യാതെ എൻഡ് വരെ കണ്ടോളൂ. ETO കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ വീഡിയോയിൽ നിന്ന് പറയുന്നുണ്ട്. മോഡേൺ ഷിപ്പില് നാവിഗേഷൻ സിസ്റ്റം, റഡാർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്, ഓട്ടോമേഷൻ സിസ്റ്റം ഇവയൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരാണ് ETO എന്ന് പറയുന്നത്. ഈ വീഡിയോയില് ഞാൻ പറയുന്നത് ETO എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഈ ഒരു ETO ആവാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട കോഴ്സസ് എന്താണ്, അതിന്റെ എലിജിബിലിറ്റി എന്താണ്, ഡ്യൂറേഷൻ എത്രയാണ് എന്നുള്ളതൊക്കെയാണ്. സോ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആരാണ് ഒരു ഷിപ്പിലെ ETO എന്ന് നോക്കാം. ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ. ഒരു കപ്പലിലെ എല്ലാ ഇലക്ട്രിക്കലും അതുപോലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ETO എന്ന് പറയുന്നത്. മോഡേൺ ഷിപ്സ് ഒക്കെ ഇപ്പൊ ഹൈലി ഓട്ടോമേറ്റഡ് ആണ്. ഷിപ്പിലുള്ള പ്രധാന ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ആയ റഡാർ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, നാവിഗേഷൻ എക്യുപ്മെന്റ്, അലാം സിസ്റ്റം, ലൈറ്റിംഗ് ആൻഡ് പവർ സിസ്റ്റംസ് ഇതൊക്കെ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നത് ETO ഓഫീസേഴ്സ് ആണ്. ഇനി നമുക്ക് ഷിപ്പിലെ ETOയുടെ ജോലി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ETO ഷിപ്പിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന ജോലികളാണ് ഇലക്ട്രിക്കൽ സിസ്റ്റം മെയിൻ്റെനൻസ്. ഷിപ്പില് പവർ സപ്ലൈ ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം, അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുന്നത് ETO ആണ്. നെക്സ്റ്റ് നാവിഗേഷൻ എക്യുപ്മെന്റ് മെയിൻ്റെനൻസ്, റഡാർ, GPS, ECDIS തുടങ്ങിയ പോലെയുള്ള നാവിഗേഷൻ സിസ്റ്റംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നോക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അലാം ആൻഡ് ഓട്ടോമേഷൻ സിസ്റ്റം, എൻജിൻ റൂം ഓട്ടോമേഷൻ സിസ്റ്റംസ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ട്രബിൾ ഷൂട്ടിംഗ് ഇലക്ട്രിക്കൽ പ്രോബ്ലംസ്, ഇലക്ട്രിക്കൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ETOക്കാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു കപ്പലിലെ ETOയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ETO കോഴ്സ് എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഒരു കപ്പലില് ETO ആയിട്ട് ജോലി ലഭിക്കണമെങ്കിൽ ആ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് വേണം. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് എലിജിബിൾ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് BTech ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഡിപ്ലോമ ഹോൾഡേഴ്സിനും ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അലൗ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ കോഴ്സസിലും ഞാൻ പറയുന്നത് പോലെ മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി എത്രയാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം, ഡ്യൂറേഷൻ നോക്കാം. 4 to 6 months ആണ് കോമൺലി ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂറേഷൻ വരുന്നത്. ETO കോഴ്സിൽ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത് മെറൈൻ ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, ഷിപ്പ് ഓട്ടോമേഷൻ സിസ്റ്റംസ്, നാവിഗേഷൻ ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ETO സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ച കാൻഡിഡേറ്റ്സിന് ഷിപ്പില് ETO ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. ETO യൂഷ്വലി ഒരു 1% ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡെക്ക് ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ഇവയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് ETO എന്ന് പറയുന്നത്. ഇനി ETOയുടെ സാലറി നോക്കാം. ETOയുടെ സാലറി വരുന്നത് ഒരു $3,000 to $6,000 വരെയൊക്കെയാണ്. ഈ ഒരു റേഞ്ച് ഞാൻ പറഞ്ഞതുപോലെ വെസൽ ടൈപ്പിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ETO ജോലി എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ സ്കിൽ ഡിമാൻഡ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ സാലറിയും കൂടുതൽ തന്നെയായിരിക്കും. ഷിപ്പിലെ ETOസിന് കുറെ അഡ്വാൻറ്റേജസും ഉണ്ട്, കുറച്ച് ചാലഞ്ചസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. എൻജിൻ റൂമിലൊക്കെ ഉണ്ടാവുന്നത് പോലെയുള്ള ഹെവി ഡ്യൂട്ടീസ് ഒന്നും അവർക്ക് അവിടെ വരുന്നില്ല. മോസ്റ്റ്ലി വരുന്നത് ഇലക്ട്രിക്കൽ മെയിൻ്റെനൻസ് ആണ്. അതുപോലെ നല്ല സാലറി ലഭിക്കുന്ന ഒരു ജോലി തന്നെയാണ് ETO എന്ന് പറയുന്നത്. ഇനി ചാലഞ്ചസ് വരുന്നത് ഇലക്ട്രിക്കൽ ഫോൾട്ട് ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും അത് സോൾവ് ചെയ്യണം. പിന്നെ ഓട്ടോമേഷൻ സിസ്റ്റത്തിലൊക്കെ നല്ല രീതിയിലുള്ള നോളേജ് ഉണ്ടായിരിക്കണം. ഷിപ്പിലെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ്. ഇനി കപ്പലില് ഒരു ETO ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം.
ഇലക്ട്രിക്കൽ ട്രബിൾ ഷൂട്ടിംഗ്, ഇലക്ട്രോണിക്സ് നോളേജ്, ഓട്ടോമേഷൻ സിസ്റ്റം അണ്ടർസ്റ്റാൻഡിംഗ്, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, സേഫ്റ്റി അവയർനെസ്. ഇത്രയും സ്കിൽസ് ഒരു ഷിപ്പിലെ ETOക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ മെർച്ചന്റ് നേവിയിൽ ETO കരിയർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. ഓട്ടോമേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ETOയുടെ ഡിമാൻഡ് കൂടി വരിക തന്നെയാണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ETOയെ കുറിച്ചിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ETOനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്യാം, അതിലും ചോദിക്കാവുന്നതാണ്. ഇനി മെർച്ചന്റ് നേവിയിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്, ഞാൻ വീഡിയോ ചെയ്യാം. സോ മെർച്ചന്റ് നേവിയിൽ ജോലിക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കുട്ടികൾക്കെങ്കിലും എൻ്റെ ഒരു ചാനല് ഒരു ഗൈഡായിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത തവണ മെർച്ചന്റ് നേവി റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ലഭിക്കുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.